ഈ കാരണവർ വധക്കേസിൽ പ്രതി ഷെറിൻ ഒരു വിവാദ നായികയാണ്. ജയിലിൽ കഴിയവേ തന്നെ സുഖസൗകര്യങ്ങൾ അനുഭവിക്കാൻ യോഗം കിട്ടിയ ഒരു തടവുപുള്ളിയാണ്. മന്ത്രി KB ഗണേഷ് കുമാറുമായി ചേർത്ത് ഒരുപാട് കഥകളും പ്രചരിക്കുന്നുണ്ട്. ഇപ്പോൾ ഷെറിൻ ജയിൽ മോചിതയാകുന്നു. നേരത്തെ തന്നെ ഈ ശിക്ഷാ ഇളവ് കിട്ടിയെന്ന തരത്തിൽ വലിയ വാർത്തകൾ വന്നു. പിന്നെ അതിൽ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. ഏതായാലും ജയിൽ മോചിതയാകും എന്നുള്ള കാര്യത്തിൽ ഏതാണ്ട് ഉറപ്പിക്കാവുന്ന അവസ്ഥയിലെത്തിയിട്ടുണ്ട്. ഈ ഷെറിൻ എങ്ങനെയാണ് ഷെറിന് മാത്രമേ ഈ ആനുകൂല്യങ്ങളൊക്കെ കിട്ടുന്നത്? ആ സത്യം നമ്മൾ വിളിച്ചു പറഞ്ഞാൽ അതിന്റെ വേറൊരു പ്രശ്നമുണ്ട്. ഷെറിന് മാത്രമാണോ ആനുകൂല്യങ്ങൾ കിട്ടിയത് എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റില്ല. കാരണം ഇനിയും ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ, പിന്നെ പ്രേമലാലേട്ടന്റെ വീട്ടിലെ സോപ്പാ തേക്കുന്നേ? അയ്യോ, ഞാന് അല്ല സോപ്പൊക്കെ തേക്ക ഇന്ന് തേച്ച ചന്ദ്രിക സന്തൂർ. എന്റെ വീട്ടില് മെഡിമിക്സ് ആണ് എന്റെ ഓർമ്മ. അതാണ് മെഡിമിക്സ് സോപ്പാണെന്നാണ് എന്റെ ഓർമ്മ. പക്ഷെ പിന്നെ ജയിലിലെ ഷെറിൻ ഉപയോഗിക്കുന്ന സോപ്പ് എന്നറിയാം, ഡോവ് വില കൂടിയ സോപ്പ് എന്നാണ് എന്റെ സോപ്പ്, അതാണ് ഉപയോഗിക്കുന്നത്. പിന്നെ ലിപ്സ്റ്റിക്ക്, പിന്നെ കൊട പിടിക്കാൻ ഒരാള്, അതായത് വെയിലത്തിറങ്ങുമ്പോൾ കൊട പിടിക്കാൻ ഒരാള് ജയിലിലാണ്. പിന്നെ 2 സഹ തടവുകാർ ഇവരുടെ ആവശ്യങ്ങൾ നിറവേറ്റാനായി ഇട്ടുകൊടുത്തിട്ടുണ്ട്. അതായത് ഇവരുടെ തുണി നനയ്ക്കുക, ഇവരുടെ കാര്യങ്ങൾ ചെയ്യുക, ഇതിനൊക്കെ 2 സഹ തടവുകാർ അവരോടൊപ്പം എപ്പോഴും ഉണ്ടാകും. അപ്പോൾ മൊത്തത്തില് പിന്നെ മനസ്സിലായല്ലോ എന്താണ് ഇവരുടെ ഒരു. ഇതൊക്കെ ജയിലിൽ ഇതൊക്കെ നടപ്പുള്ള കാര്യമാണ്. വലിയ വലിയ ആളുകളുമായിട്ടൊക്കെ ബന്ധമുണ്ട്. കാരണം ഇവരെ കൊണ്ടുപോകാനായിട്ടൊരു പോലീസ് ഉദ്യോഗസ്ഥന്റെ വാഹനം വന്ന് നിൽക്കുമെന്നും അതിൽ കയറി ഇവർ പോകുമെന്നും പിന്നെ മണിക്കൂറുകൾക്ക് ശേഷമാണ് തിരിച്ചു വരുന്നത് എന്നൊക്കെയാണ് പറയപ്പെടുന്നത്. അതല്ല കാര്യമില്ല. ജയിലിലെ വികസനത്തെ കുറിച്ച് ഷെറിനും ഈ ഉദ്യോഗസ്ഥനുമായി ചർച്ച, അത് അടച്ചിട്ട മുറിയിൽ ഒരു 3-4 മണിക്കൂർ ഇവർക്ക് ചർച്ച ചെയ്യണം, എങ്കിലേ ആ വികസനത്തെ കുറിച്ചുള്ള കാര്യങ്ങൾ സാധ്യതയുണ്ട്. അപ്പോ ഒരു മിനിറ്റ്, കാരണം പ്രേക്ഷകർക്ക് ഷെറിൻ വധക്കേസ് അല്ല കാരണവർ വധക്കേസിൽ ഷെറിന്റെ ഇൻവോൾവ്മെന്റ് എന്താ അതിനെ കുറിച്ചൊന്ന്. അത് എനിക്ക് തോന്നുന്നു ഒരുമാതിരി പ്രേക്ഷകർക്കൊക്കെ അറിയാം. ഈ 2009 നവംബറിലാണ് ഈ സംഭവം നടക്കുന്നത്. 2009 നവംബർ 9-നാണ് ഇത് നടക്കുന്നത്. കാരണവർ എന്ന് പറയുന്ന കാരണവർ വില്ലയിലെ ഭാസ്കര കാരണവർ, അതാണ് ഈ ഷെറിന്റെ അമ്മായിയപ്പൻ. ഈ ഷെറിൻ കല്യാണം കഴിച്ച ആളെന്ന് പറയുന്നത് ഈ കുറച്ച് ബുദ്ധിസ്ഥിരത കുറഞ്ഞ ഒരു മനുഷ്യനാണ് അദ്ദേഹം. അപ്പൊ അദ്ദേഹത്തെ ഇവൾ നോക്കുമല്ലോ എന്നുള്ള, പാവപ്പെട്ട വീട്ടിൽ ഒരു പെൺകുട്ടി ആകുമ്പോൾ തന്റെ മകനെ പൊന്നുപോലെ നോക്കുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഈ ഭാസ്കര കാരണവർ ഇവൾക്ക് കല്യാണം കഴിച്ചു കൊടുക്കുന്നത്. അതിനുശേഷം ഈ മകനെയും ഇവളെയും കൊണ്ട് ഇദ്ദേഹം അമേരിക്കയിലേക്ക് പോകുന്നു. അവിടെ കുറെ സാമ്പത്തിക തട്ടിപ്പുകൾ നടക്കുന്നു. ഈ സാമ്പത്തിക തട്ടിപ്പുകൾ നടന്ന് ഇത് അന്വേഷിച്ചു വരുമ്പോൾ പിന്നെ മരുമകളാണെന്ന് അറിയുകയും അവിടെ നിന്ന് കേരളത്തിലേക്ക് പറഞ്ഞു വിടുകയും ചെയ്യുകയാണ്. പിന്നീട് ഇവിടെ വില്ലയിൽ താമസമാക്കുന്നു. അതിനുശേഷം ഇദ്ദേഹം അമേരിക്കയിലെ ബിസിനസ്സും എല്ലാം അവസാനിപ്പിച്ച് നേരെ ഇദ്ദേഹം നാട്ടിലേക്ക് വരുന്നു. ഈ വില്ലയിൽ സ്ഥിരതാമസമാക്കുന്നു. ഇവൾക്ക് പിന്നീട് ആഡംബര ജീവിതം നയിക്കാനായും ഒരുപാട് സുഹൃത്ത് വലയങ്ങൾ ഉണ്ടാകുന്നു. പലരെയും വീട്ടിലേക്ക് വിളിച്ചു കയറ്റുന്നു. ഇയാൾ ഉറങ്ങിക്കിടക്കുന്ന സമയത്താണ് ഈ പലരെയും വിളിച്ചു കയറ്റുന്നത്. അങ്ങനെ അവസാനം ഈ വിളിച്ചു കയറ്റിയ ഒരാൾ ഇവളുടെ കാമുകനാകുന്നു. പിന്നീട് ഇവർ പ്ലാൻ ചെയ്യുന്നു. പിന്നെ എന്താണ് പ്ലാൻ ചെയ്യുന്നത്? സമ്പത്ത് തട്ടിയെടുക്കാനായി കാരണവരെ കൊല്ലുക, എന്നിട്ട് അതൊരു മോഷണ ശ്രമത്തിനിടയിൽ ഇയാൾ കൊല്ലപ്പെട്ടതായി വരുത്തി തീർക്കുക എന്നുള്ളതാവുന്നു പിന്നീടുള്ള ശ്രമം. അങ്ങനെ ഇദ്ദേഹത്തെ വളരെ ക്രൂരമായി കൊല്ലുന്നു. പിന്നീട് അത് മോഷണ ശ്രമമാക്കി തീർക്കുന്നതിനിടയിലാണ് ചില വഴിത്തിരിവുകൾ ഉണ്ടാവുന്നതും ഷെറിൻ അകത്താകുന്നതും. ആദ്യം 14 വർഷം ഹൈക്കോടതി ഇത് 14 വർഷം തടവിന് ജീവപര്യന്തം തടവിന് ശിക്ഷിച്ചു. കൃത്യമായി തെളിവുകളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് കോടതി ശിക്ഷിച്ചത്. നേരെ സുപ്രീം കോടതിയിലേക്ക് പോയി സുപ്രീം കോടതി ആ ശിക്ഷ ശരിവെച്ചു. ഇത് കറക്റ്റാണ്, കാരണം ഇത്തരത്തിൽ മൃഗീയമായി തന്നെയാണ് കൊലപ്പെടുന്നത്. എല്ലാ തെളിവുകളും ഷെറിനെതിരായിരുന്നു. അങ്ങനെ സുപ്രീം കോടതി കൈവിട്ടപ്പോൾ 14 വർഷം കാത്തിരുന്നു. ഈ 14 വർഷത്തിനിടയ്ക്കാണ് ജയിലിൽ പല കാര്യങ്ങളും സംഭവിച്ചതും ഇപ്പൊ ഭരിക്കുന്ന സർക്കാരിലെ ഘടകകക്ഷിയിലെ ഒരു മന്ത്രിയും MLA-യുമായ ഒരാളുമായി വഴിവിട്ട ബന്ധമുണ്ടെന്നും അയാളാണ് ഷെറിന്റെ മോചനത്തിനായി വലിയ രീതിയിൽ ശ്രമങ്ങൾ നടത്തിയതെന്ന് അത് ഗവർണറുടെ അടുത്തേക്ക് എത്തി. ആരും അറിയാതെ ഈ തിരഞ്ഞെടുപ്പിന് മുൻപ് പുറത്തിറക്കണമെന്നായിരുന്നു പിന്നെ ഈ മന്ത്രിയുടെ ഉദ്ദേശം. പക്ഷെ അത് പിന്നീട് ജനങ്ങൾ മുഴുവൻ ഈ നിരപരാധികളായ ആരെങ്കിലും കുടിക്ക് ജയിലിലായാൽ അവരെ രക്ഷപ്പെടുത്താൻ
ഇതുപോലെ ഏതെങ്കിലും മന്ത്രിമാർ ഇടപെടുകയോ അല്ലെ, ഇപ്പോൾ യമനിലൊക്കെ ഇപ്പൊ മറ്റൊരു രാജ്യമാണെങ്കിൽ പോലും ഈ നിമിഷ പ്രിയയ്ക്ക് വേണ്ടിയൊക്കെ ആരെങ്കിലും ഇടപെട്ടത് നമ്മൾ കണ്ടിട്ടുണ്ട്. ഇതാണ് ഈ സൗന്ദര്യത്തിൽ ഷെറിനൊക്കെ അത്ര സൗന്ദര്യം ഉണ്ടോ എനിക്കറിയില്ല. ഞാൻ കണ്ടിട്ടില്ല. ഞാൻ പടം കണ്ടിട്ടുണ്ട്. പടം കാണണ്ട, ധന്യയുടെ പടം കണ്ടു കഴിഞ്ഞാൽ ഇങ്ങനെയാണോ ഇരിക്കുന്നത് തന്നെയാണ്. പോയാണ് എന്നെ അതിന്റെ ഇടയ്ക്ക് പിടിച്ചിരുന്നത്. ഫോട്ടോയിലൊക്കെ കാണാൻ ഈ കേസിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ അതായത് പിടിപാടുണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ ഏത് ജയിലിനകത്തായാലും എവിടെ ആയി കഴിഞ്ഞു കഴിഞ്ഞാലും ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ എല്ലാ സുഖ സൗകര്യങ്ങളോടുകൂടിയും ഒരാൾക്ക് ജീവിക്കാൻ പറ്റും എന്നതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് ഷെറിൻ്റെ ലൈഫ്. ഷെറിൻ്റെ മാത്രമല്ല, മുൻപ് ഇതുപോലെ ഈ ബ്ലൂ ബ്ലാക്ക് മെയിലിംഗ് കേസിൽ പെട്ടവരൊക്കെ ഉണ്ടായിരുന്നല്ലോ, അവർക്കും ഇതുപോലുള്ള ആനുകൂല്യങ്ങൾ. സരിതാ നായർക്ക് ഇതുപോലെ ആനുകൂല്യം. ഇനി അടുത്തിറങ്ങാൻ പോകുന്നത് ഗ്രീഷ്മയായിരിക്കും, കഷായം ഗ്രീഷ്മ ഉറപ്പാണ്. ജ്യൂസ് ഉണ്ടാക്കി കൊടുത്ത ആരെങ്കിലും ഇതുപോലെയൊക്കെ. പ്രത്യേകിച്ചും ഈ അട്ടക്കുളങ്ങര ജയിലിൽ ഇങ്ങനെ ഒരു രീതി ഉണ്ട് എന്നുള്ളത് പൊതുവെ ചർച്ച ചെയ്യാവുന്ന ഒരു വിഷയമാണ്. അതായത് അട്ടക്കുളങ്ങര ജയിലിൽ വനിതാ സുന്ദരിമാരായിട്ടുള്ള ആളുകളെ അവിടെയുള്ള വലിയ ഉദ്യോഗസ്ഥന്മാർക്ക്, അതുപോലെ ഈ പറഞ്ഞ പോലെ MLA o MP o അങ്ങനെയുള്ള ആർക്കെങ്കിലും മന്ത്രിക്കോ ആർക്കെങ്കിലും ഒക്കെ ഇഷ്ടമോ താല്പര്യമോ ഉള്ളവരൊക്കെ ഉണ്ടെങ്കിൽ അതിനുള്ള സൗകര്യങ്ങളൊക്കെ ഉള്ള സ്ഥലമാണ് അട്ടക്കുളങ്ങര ജയിൽ എന്നാണ് പൊതുവെയുള്ള അഭിപ്രായം. സിനിമകൾക്കൊക്കെ സ്കോപ്പ് ഉണ്ടല്ലോ, സിനിമകളൊക്കെ വരാറുണ്ട് അങ്ങനെ. വന്നിട്ടുണ്ടല്ലേ? അങ്ങനെയുള്ള സാധ്യതകളുണ്ട്. അപ്പൊ ഈ ഷെറിന്റെ കേസും ഇത് തന്നെയാണ്. കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുമ്പ് ഒരാളെ അതിക്രൂരമായി കൊലപ്പെടുത്തിയ ഒരു ബുദ്ധിസ്ഥിരയില്ലാത്ത ഒരു മകനെ മുന്നിൽ നിർത്തിക്കൊണ്ട് സാങ്കേതികമായി ഇത് ന്യായീകരിക്കാൻ പറ്റില്ല. 14 വർഷത്തെ കഠിന തടവാണെങ്കിൽ അത് ശിക്ഷാ കാലാവധി പൂർത്തിയാക്കി അല്ലേ? അതെ, സാങ്കേതികമായി നമുക്ക് ന്യായീകരിക്കാം. അല്ല, ഇടപെടൽ സാധാരണ ഈ ശിക്ഷാ കാലാവധി പൂർത്തിയാക്കിയാലും പിന്നെയും പുറത്തിറങ്ങാൻ കാലതാമസം എടുക്കുമെന്നാണ് പലരും പറയുന്നത്. നിയമപരമായിട്ട് നിലനിൽപ്പില്ല. ഇല്ല, കഴിഞ്ഞ ഇറങ്ങാം. അല്ല, ഇപ്പൊ ഈ TP ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതികൾ എത്ര നാളാണ് ജയിലിൽ കഴിഞ്ഞിട്ടുള്ളത്? അല്ല, അവർക്ക് പാർട്ടിയുടെ പിന്തുണ ഉണ്ടായിരുന്നല്ലോ, അവർക്ക് ഫോണും ഫുൾ ആനുകൂല്യങ്ങളും കൂടിയായിരുന്നല്ലോ അവര്. തൽപര കക്ഷികൾ ആരാണേലും അവര് ജയിലിൽ അവരുടെ സുഖവാസ ഗസ്റ്റ് ഹൗസിന് തുല്യമാണ്. അതെ, ചിലര് മറ്റേ പറയാറുണ്ടല്ലോ, എനിക്ക് മറ്റേ സെൻട്രൽ ജയിൽ എനിക്ക് തറവാട് പോലെയാണെന്നൊക്കെ പറയാറുണ്ടല്ലോ. അതാണ് അവസ്ഥ. അതെ അതെ. അല്ല, കഴിഞ്ഞ ദിവസമായിട്ട് ഒരു സ്ത്രീ, ജയിൽ മോചിതയായ ഒരു സ്ത്രീ പറയുന്ന കേട്ടു, ഈ പുറത്തു നിന്ന് പറയുന്നവര് ജയില് ഭയങ്കര സംഭവമാണ്, ജയിലിൽ മട്ടൻ കറിയും ചിക്കൻ കറിയും ഒക്കെയാണ് കൊടുക്കുന്നത്. ഇതൊക്കെ പറയുന്നവരൊന്നും ഒരു ദിവസം എന്തെങ്കിലും കേസ് ഉണ്ടാക്കി ജയിലിൻ്റെ അകത്ത് വന്നൊന്ന് കിടന്നു നോക്കണം, അപ്പോഴറിയാം അതിൻ്റെ അകത്ത് കിട്ടുന്ന പിന്നെ സുഖ സൗകര്യങ്ങൾ എന്തൊക്കെയാണ് ഏതൊക്കെയാണ് എന്നൊക്കെയുള്ളത് അറിയാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവര് ഒരു ജയിലിനകത്ത് കിടന്നിട്ട് പുറത്തിറങ്ങിയ ഒരു സ്ത്രീ രംഗപ്രവേശനം ചെയ്യുന്ന കണ്ടു. അവിടെ പിന്നെ രാവിലെ 4 മണിക്ക് അങ്ങാണ്ട് ചായ കൊടുക്കും, വൈകുന്നേരത്തെ ഫുഡ് 4 മണിക്ക് കൊടുക്കും, അത് 6 മണിക്ക് മുമ്പേ കഴിച്ച് തീർന്നിരിക്കണം. പിന്നെ 8 മണി കഴിഞ്ഞാൽ മിണ്ടാനോ ശബ്ദിക്കാനോ സംസാരിക്കാനോ, അതിലല്ലേ നമ്മൾ ജയിലെന്ന് പറയുന്നത്. ജീവിതത്തിനൊരു ചിട്ടയുണ്ടാവും തന്നെയാണ്. അതെ, ജയിലിൽ പോയി കഴിഞ്ഞാൽ. പിന്നെ ഈ പറഞ്ഞ ആളുടെ പേര് ഷെറിൻ അല്ലല്ലോ. അല്ല. അപ്പൊ പിന്നെ അവരാണ് ശരിക്കും ജയിലിൽ കിടന്നിട്ടുള്ളത്, ജയിലിലല്ലായിരുന്നു. നീ ഇങ്ങനെ ചിരിച്ചോണ്ടിരുന്നോ? ഒന്ന് ജയിലിലേക്ക് അല്ല, പോയിട്ട് വലിയ കാര്യം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്നാ നീ തയ്ച്ചു വെച്ചോ, നീ പോക്കോ. അയ്യോ, ഷെറിന് എന്തെങ്കിലും പറയാൻ കാണും. ഷെറിന് ഒരു പുസ്തകം എഴുതും ചിലപ്പോ ഇറങ്ങിയതിനു ശേഷം, എന്റെ ജയിലിലെ ജീവിത കഥകളെന്നോ ജയിലിനെ കുറിച്ചൊക്കെ ഷെറിനും കാണും പറയാൻ. ആ കഥകൾ കേൾക്കാൻ കേരളം കാതോർത്തിരിക്കുന്നു.